കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളവാ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, ജീവിക്കുന്നതിനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി കരചരണങ്ങളിൽ ആണിപ്പെടുത്തേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്ഷതങ്ങൾ ഏറ്റവനെ, അങ്ങയുടെ രക്തപങ്കിരമായ അങ്ങയുടെ മുറിവിലാണല്ലോ സൗഖ്യപ്പെടുന്നത് എന്ന് വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, ഇപ്പോഴും കിടപ്പ് രോഗികളിൽ അങ്ങ് രക്തം തളിക്കപ്പെടട്ടെ. എന്റെ കർത്താവേ, ഉള്ളം കാൽ മുതൽ ഉച്ചവരെ ഓരോരോ വേദനകള്, ക്യാൻസർ രോഗങ്ങള്, കുഷ്ഠ രോഗങ്ങള്, കോവിഡ് രോഗങ്ങള്, ഭക്ഷ്യരോഗങ്ങള്, കരള് രോഗങ്ങള്, രോഗങ്ങള്, PCOD രോഗങ്ങള്, RSS രോഗങ്ങള്, അടിവിന്റെ വേദന, രോഗങ്ങള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. അഭിഷേകത്തിന് നിമിഷങ്ങളിലെ അപമാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഈശോ കൈ ഉയർത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ ജീവിതത്തിന്റെ മേലും ദൂരങ്ങളായിരിക്കുന്ന നിന്റെ മക്കളുടെ മേലും ജീവിത പങ്കാളികളുടെ മേലും എല്ലാം കർത്താവിന്റെ അണിപ്രധാന അത്ഭുതകരങ്ങൾ ഉയർന്ന് ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. കർത്താവേ, നാമത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, നിനക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എന്റെ കർത്താവേ, അങ്ങനെ യോഗ്യത കൊണ്ട കർത്താവേ, അങ്ങനെ പീഡാനുഭവത്തിന്റെ കുശുമണ്ഡത്തെ ഉയർത്തുന്ന യോഗ്യതയാൽ അങ്ങനെ അവകാശം ഓഹരിമാകുന്ന തിരുസഭയോട് ഇപ്പൊ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കൂടുന്ന ഓരോ മകനോടും മകളോടും കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരവേദികൾ, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരെ, സ്ഥലം വിറ്റുമാറാത്തവരെ, കർത്താവ് കേസാക്കപ്പെട്ടിരിക്കുന്നവരെ, വിസ ഒത്തുവരാത്തവരെ, പഠനങ്ങൾ കർത്താവ് പുറകോട്ട് പോകുന്നവർ, പരീക്ഷ ജയിക്കാത്തവർ, റിസൾട്ട് മോശമായി വന്നിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശത്ത് പോകാൻ വേണ്ടി കർത്താവ് വ്യത്യസ്തമായ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അവിടെ ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വാദരോഗികള്, പേശി രോഗികള്, ഗർഭാശയത്തിലുള്ളവര്, തൈറോയ്ഡ് രോഗികള്, കാൻസർ രോഗികള്, സ്പോണ്ടിലോസിസ് രോഗികള്, ഞരമ്പുകളുടെ ബ്ലോക്കുള്ളവര്, നടുവേദനക്കാര്, വെരിക്കോസിന് അസുഖമുള്ളവര് യേശുവിന്റെ നാമത്തില് ഈ നിമിഷം പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ദൈവമേ, ഉടമ്പടി എടുത്തു പോയിരിക്കുന്നതാണ്. കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. ഉടമ്പടിയിലെ ഇനിയും നടക്കാത്ത വിഷയങ്ങളുടെ കർത്താവിന്റെ ഇടപെടലുണ്ടാകട്ടെ. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഇപ്പോഴ് പരിശുദ്ധ ദിവ്യകാരുണ്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കാൻ പോകുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ യാചിക്കണമേ. യേശുവേ, ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഓരോ സാക്ഷ്യങ്ങളും നിലനിന്ന് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി, വീട്, വിവാഹം, വിദ്യാഭ്യാസം, യാത്ര, ഈ സ്ഥലങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ദൈവമേ, മഴ പോലെ പെയ്യട്ടെ.
വിശുദ്ധ രക്തം പെയ്യട്ടെ, മഴ പോലെ പെയ്യട്ടെ, വിശുദ്ധ രക്തം പെയ്യട്ടെ. ശത്രുക്കള്, എല്ലാ തരത്തിലുള്ള ക്ഷുദ്ര കീടങ്ങള്, സ്ഥലങ്ങള്, പീഡിപ്പിപ്പ് സ്ഥലങ്ങള്, ദുഷ്ടശക്തികളിൽ നിന്ന് യേശുവിന്റെ നാമത്തില് ദുഷ്ടശക്തികളിൽ നിന്ന് സ്ഥലങ്ങള്, പീഡിപ്പിപ്പ് സ്ഥലങ്ങള്, തൊഴിൽ ശാലകള്, വ്യാപാര ശാലകള്, വ്യവസായ ശാലകള്, ദുഷ്ടശക്തികള്, ബന്ധനങ്ങളെ യേശു നാമത്തിൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതനെ അഴിച്ചു മാർക്കട്ടെ. ദൈവമേ, മദ്യപാനികളിലെ കർത്താവേ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിലെ കേസിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ വിശുദ്ധ രക്തം കളിക്കപ്പെടട്ടെ. എന്റെ കർത്താവേ, വിറ്റുമാറാത്ത പുരയിടങ്ങള്, വിറ്റുമാറാത്ത സ്ഥലങ്ങള്, നടക്കാത്ത വിവാഹങ്ങള്, ഈശോയെ, അടിക്കടി ഉണ്ടാകുന്ന അബോർഷനുകള്, യേശുവേ, മക്കളില്ലാത്തവര്, യേശുവേ, അവരുടെ മേലെല്ലാം യേശുവിന്റെ ശക്തി പതിക്കട്ടെ. യേശുവിന്റെ നാമത്തില് എല്ലാ ദുരിതങ്ങളും അതാവിന്റെ മധ്യസ്ഥത്തില് മാറിപ്പോകട്ടെ, ശ്രദ്ധിക്കട്ടെ. കർത്താവായ ദൈവമേ, അസ്ഥി പൊടിയുന്നവര്, അസ്ഥി ഉരുക്കമുള്ളവര്, രക്തസ്രാവ രോഗികള്, അറിയാതെ മലമൂത്രം പോകുന്നവര്, ചെവിയുടെ പഴുപ്പ് വരുന്നവര്, മൂക്കൊലിപ്പുള്ളവര്, യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യം. യേശു ഏറ്റുപറഞ്ഞ് ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം കണ്ടിട്ടില്ല. അപ്പൊ ഈ വലിയ വിശ്വാസത്തിൻ്റെ നിലവാരം വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഇതുപോലെ റിമോട്ട് ഹീലിംഗ് നടക്കും. അതായത് വളരെ ഫാറായിട്ടുള്ള ഇതുപോലെ തന്നെ രാജ്യസേവകനും ഉണ്ട് ഈ ഒരു പരിപാടി. രാജ്യസേവകൻ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4:49-50 വചനങ്ങൾ. അപ്പം രാജ്യസേവകൻ്റെ ഭൃത്യൻ്റെ വിഷയം സംഭവിക്കുമ്പോൾ ഇതുപോലെ രാജ്യസേവകനോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? പൊയ്ക്കൊള്ളുക. എന്താണ്? നിൻ്റെ മകൻ ജീവിക്കും. അതാണ് സംഭവം. എന്നിട്ട് കൃത്യമായിട്ട് ആ മകൻ ജീവിക്കും. പക്ഷേ എന്താ വിഷയം? എങ്ങനെയാണ് അവൻ ജീവിച്ചതെന്നാണ് യോഹന്നാൻ 4:50 പറയണത്. എന്താ 4:50 പറയണത്? യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. അതാണ് വിഷയം. അതായത് പേഷ്യൻ്റ് ഇവിടെ ഇല്ല, പേഷ്യൻ്റ് വളരെ അകലെയാണ്. പക്ഷെ എന്താണ് ഉള്ളത്? ആ അപ്പൻ അല്ലെങ്കിൽ ആ രാജ്യസേവകൻ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. അപ്പോഴേ ഈ വിശ്വാസത്തിന് നിലവാരം തന്നെ വ്യത്യസ്തങ്ങളായ നിലവാരമാണ് ഉള്ളത്. അതായത് നമ്മുടെ മുമ്പിൽ വരണ വിഷയങ്ങൾ, ഇപ്പം ചെറിയ വിഷയങ്ങളുണ്ടാകാം, വലിയ വിഷയങ്ങളുണ്ടാകാം. അപ്പോൾ വലിയ വിഷയങ്ങൾക്ക് വലിയ വിശ്വാസമാണ് വേണ്ടത്, ചെറിയ വിഷയങ്ങൾക്ക് ചെറിയ വിശ്വാസവും. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ മെലിൻഡയുടെ വിശ്വാസം വലിയ വിശ്വാസമാണ്. എന്താ പ്രശ്നം? ഈ ആണി രോഗം ബാധിച്ച മകൻ സ്പെയിനിലാണ്, അവർ പാലായിലും. അമ്മ എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് കാല് കുത്താൻ പറ്റണില്ല, എൻ്റെ നടപ്പ് തന്നെ വിലക്ഷണമായിക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ അമ്മ എന്താ ചെയ്യണമെന്നറിയാവോ? ആ സാക്ഷി നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം, നല്ല രസമാണ്. അവർ ഈ മകൻ്റെ കാലിൽ ആണിയുള്ള കാലിൻ്റെ പാദം ആണെന്ന് സങ്കല്പിച്ചിട്ട് തൻ്റെ പാദത്തിൽ, മെലിൻഡയുടെ പാദത്തിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേക്കും.
ഒരു ഫെയ്ത്ത് എക്സിക്യൂഷനാണിത്. ആളെവിടെയാണ്? ആൾ യൂറോപ്പിലാണ്. ആ യൂറോപ്പിലാകുന്ന ആളെ പാദം യേശുക്രിസ്തു വിശ്വാസത്തിൽ മനസ്സിൽ കാണും. വെറുതെ മനസ്സിൽ കാണുന്നതല്ല, അത് സങ്കല്പം എന്ന് പറയും. അങ്ങനെയല്ല, വിശ്വാസത്തിൽ മനസ്സിൽ കാണും. വിശ്വാസത്തിൽ മനസ്സിൽ കാണുമ്പോഴെന്ന് പറയും, പൗലോസ് അപ്പോസ്തലൻ പറയും, നമ്മൾ വിദൂരസ്ഥരാകാം പക്ഷേ സമീപസ്ഥരാകും. വിശ്വാസത്തിൽ നമ്മൾ ക്രിസ്തുവിൽ സമീപസ്ഥരാണ്. അവിടെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതായത് ബൈബിളിൽ ഒരു വ്യക്തി രക്ഷപ്പെടാനുള്ള എല്ലാ വചന സൂത്രങ്ങളും ഉണ്ട്. പക്ഷെ അത് ഒക്കൾട്ടാണ്, എന്നുവെച്ചാൽ ഗൂഢവചനം. പറഞ്ഞോളൂ. എഫേസ്യൻസ് 2:13 എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായി. അപ്പം ഈ സ്ഥലത്തിൻ്റെ അകലങ്ങൾ മാറണത് ക്രിസ്തുവിലാണ്. സമയത്തിൻ്റെ അകലങ്ങൾ മാറണതും സ്ഥലത്തിൻ്റെ അകലങ്ങൾ മാറണതും ക്രിസ്തുവിലാണ്. എഫെസ്യൻസ് 2:13 പറയണത് വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുവിൽ സമീപസ്ഥരായിരിക്കും. അതായത് വിശ്വാസത്തിലാണ് നമ്മൾ സമീപസ്ഥമായിരിക്കും. അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ല. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ചെയ്യുമ്പോൾ സ്പേസ് ഇട്ട് അടിക്കത്തില്ലേ? വിശ്വാസത്തിൽ സ്പേസ് ഇല്ല. ക്രിസ്തുവിൽ നമ്മൾ സമീപസ്ഥമാകും. ഇപ്പം എത്രയോ പേരാണ് നമ്മുടേത് വ്യത്യസ്തങ്ങളായ കാലത്ത് നമ്മളുടെ എല്ലാവരും പകുതി, എനിക്ക് ഒരു 30% വിശ്വാസികൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലാണ് ഇപ്പോഴേ. അപ്പം നമ്മളവർക്ക് അവർ നമ്മളെ കാണാൻ പറയാത്ത നമ്മൾ സ്കൈപ്പിൽ എന്ന് പറയണത് ക്രിസ്തുവിലല്ല, അത് സ്കൈപ്പിലാണ്. ആ സമീപസ്ഥം എന്ന് പറയുമ്പോൾ നിൽക്കണപ്പിൽ അത് മാഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ സ്കൈപ്പിൽ കാണുന്നു, നിങ്ങൾ വീഡിയോ കോൾ നടത്തുന്നൊക്കെ പറയുന്നില്ലേ, അത് ആ നിൽക്കണ ഇപ്പോൾ അത് മാഞ്ഞു നെറ്റ് പോകുമ്പോൾ അത് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് നമുക്ക് വെക്കും. പക്ഷെ അങ്ങനെയല്ല. 24 hours നമുക്ക് സമീപസ്ഥമായിരിക്കണം വിശ്വാസത്തിലാണ്. ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിൻ്റെ മകൻ ഏത് രാജ്യത്ത് ജീവിച്ചാലും, നിൻ്റെ മകൾ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ഏത് രാജ്യത്ത് ജീവിച്ചാലും നിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണ പോലെയാണ്. കാര്യം എന്താണ്? നീയും അവനും. അത് നിൻ്റെ വിശ്വാസത്തിൽ നീ നിൻ്റെ വ്യക്തികൾ, നിൻ്റെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ നിൻ്റെ സമീപത്താണ്. ആ ഒരു ബോധം, അതൊരു ബോധമാണ്. ഞാൻ ഇടയ്ക്ക് പറയും, നമ്മളുടെ വിശ്വാസം എന്ന് പറയണത് ഒരു ബോധമാണെന്ന് പറയും, അല്ലേ? ഒരു ബോധമാണ്, അറിവാണ്. ഈ നിത്യത എന്ന് പറയണത് എന്താണ്? സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോധമാണ്. നമ്മൾ ബോധത്തിലാണത് അറിയണത്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ, ഇല്ലേ? നമ്മൾ 17:3 വായിക്കത്തില്ലേ? ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ആ അറിവ് എന്തുകൊണ്ടാണ് നമ്മൾ അറിയണത്? കണ്ണുകൊണ്ടാണ് കാണുന്നത്. കണ്ണുകൊണ്ട് കാണത്തില്ലെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണുകൊണ്ട് കാഴ്ചയ്ക്ക് അതീതമാണ്. പിന്നെന്താണ്? ബോധത്തിലാണ് നമ്മൾ സ്വർഗത്തിൽ ദൈവത്തെ അറിയണത്. ദൈവവും ഒരു വലിയ ബോധമാണ്. അതുകൊണ്ടാണ് ഈ ബോധങ്ങളുടെ ഐക്യങ്ങളിൽ ആനന്ദം ഉണ്ടാകുന്നത്. ആനന്ദം, ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും എടുത്തു കളയാത്ത ആനന്ദമായി മാറണത് ഇഹത്തിൽ പോലും ആ ഒരു ബോധമുണ്ടെങ്കിൽ ആ ബോധത്തിൽ ഒരു വിശ്വാസിക്ക് ക്രിസ്തീയ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ യേശുവേ ആരാധന. കർത്താവേ, ഉടമ്പടി ധ്യാനത്തിലൂടെ ഞങ്ങളെ വലിയ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നതിന്, ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടിരിക്കട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ മെലിൻഡ എന്ന് പറഞ്ഞ ഈ സഹോദരി അമ്മച്ചി ചെയ്തിരിക്കുന്നത്, അവരെന്താ ചോദിച്ചാൽ അവർ ഉടമ്പടി തേലും എടുത്തിട്ട്, അറിയാലോ ഉടമ്പടി തേലും 12 പ്രാവശ്യം ശോപ്രവാണം ചൊല്ലി എല്ലാ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളെല്ലാം സ്വരുക്കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക വൈൻഡിങ് പ്രേയർ ചൊല്ലിയാണ് ഇത് വെഞ്ചരിക്കുന്നത്. ഇവരിത് എടുത്തിട്ട് ഇവരുടെ കാലിൽ അപ്ലൈ ചെയ്യും. ആര്? മകൻ്റെ കാലാണെന്ന് യേശുക്രിസ്തുവിൽ പ്രഖ്യാപിച്ചിട്ട്. ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പ്രഖ്യാപനമാണ്.
എല്ലാം ക്രിസ്തുവിലാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ക്രിസ്തുവിൽ ഈ കാലം എൻ്റെ മകൻ്റെ കാലാണെന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു കരുതലാണ്. ഇപ്പം രക്തസ്രാവക്കാരി രോഗി എന്താ പറഞ്ഞത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും തൊട്ടാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9:21. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി. എന്താണ്? എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഉള്ളിലെ വിചാരമായിട്ടാണ്. മെലിങ്ടൺ എന്താ ചെയ്തിരിക്കുന്നത്? ഉള്ളിലെ വിചാരമാണ്. ക്രിസ്തുവിൽ തൻ്റെ പാദം മകൻ്റെ പാദമായിട്ട് ഉള്ളിൽ വിചാരിക്കുകയാണ്. ആരല്ലേ? ക്രിസ്തുവിലെ. ഇതാണ് ഈ ക്രിസ്തുവിൽ വിചാരിക്കുമ്പോഴാണ് ഈ സംഭവം വിദൂരസ്ഥരെ സമീപസ്ഥമാകുന്നത്. ആ സ്ഥലത്തിൻ്റെ വിശാലമായത്, ആ വലിയ സ്പേസ് ഷോർട്ടൻ ചെയ്യണത് അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും കർത്താവിൻ്റെ ശക്തി ഉണ്ടെന്ന് എത്രയോ പേര് കർത്താവിൻ്റെ വസ്ത്രത്തേക്ക് തിക്കി ഞെരിഞ്ഞപ്പോൾ അവർ അപ്പോസ്തലന്മാർ ചോദിക്കുന്നുണ്ട്, നിന്നെ തിക്കി ഞെരിക്കുന്നില്ലേ? ആയിരക്കണക്കിന് മനുഷ്യർ നിൻ്റെ വസ്ത്രത്തെ പോലും സ്പർശിക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ ഒരു സൗഖ്യമില്ല. അവിടെയാണ് വിഷയം വരുന്നത്. അതായത് ഈ ഉള്ളിൽ വിചാരിപ്പിലാണ് വിഷയം ഇരിക്കുന്നത്. 10,000 പേര് കർത്താവിനെ ഞെരിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലാരാണ് ഉള്ളിൽ വിചാരിക്കണത് അവർക്കാണ് അനുഭവം വരണത്. രക്തസ്രാവക്കാരി രോഗി വിചാരിച്ചു, വെറുതെ വിചാരിച്ചതല്ല. എന്താണ്? വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും പവറായിരിക്കും, ഡിവൈൻ പവറായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസം, അതാണ് വിചാരിപ്പെന്ന് പറയണത്. ഈ വിചാരിക്കുന്നതിനെ നമ്മളങ്ങനെ വിചാരിക്കുമ്പോൾ അതിൽ ഉള്ളത് എന്താണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പം മെലിങ്ടൺ ആ ചേച്ചി എന്താ ചെയ്തത്? കർത്താവിൽ അവൾ വിചാരിച്ചു, എൻ്റെ മകൻ്റെ കാലാണിതെന്നും പറഞ്ഞ് വിചാരിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ലെവലാണ്. എന്നിട്ട് അവരുടെ കാലിൽ ഉടമ്പടി തൈലം 10 സ്ഥലത്ത് ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി തൊടുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ അവിടെ തന്നെ പെട്ടെന്ന് മാം വിളിക്കും, അമ്മേ എനിക്ക് എല്ലാ വേദനയും മാറി, ആ ആണി അടന്നു പോയെന്ന് പറയും. എവിടെയാണ്? സ്പെയിനില്ലേ. ഈ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ സാക്ഷ്യം ക്യാച്ച് ചെയ്ത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പല സാക്ഷ്യങ്ങൾ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പണ്ടിതുപോലെ വല്ലാത്ത ഉദരവേദന ഉണ്ടായിരുന്ന മകൾ നാട്ടിലില്ല. അമ്മയുടെ വയറ്റിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടുണ്ട്, അത് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പല സാക്ഷ്യങ്ങളുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ടത്. മകൾക്ക് കുഞ്ഞുങ്ങളില്ല, പക്ഷേ മകൾ നാട്ടിലില്ല. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി യേശു ക്രിസ്തുവിൽ പ്രഖ്യാപിക്കും. ഇതെല്ലാം ഒരു പ്രഖ്യാപനം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയല്ല, ഒരു പ്രഖ്യാപനമാണ്. എന്താണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ പ്രഖ്യാപനം വരണത്? എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? അതെല്ലാം നമ്മൾ അറിയണം. എന്താണ്? യേശു കർത്താവാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്. ആദിമസഭയാണ് ഇത് കണ്ടുപിടിച്ചത്. അഥവാ ആദിമസഭയ്ക്കാണ് പരിശുദ്ധാത്മാവ് ഇത് നൽകിയത്. കാര്യം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കും. പിന്നെന്ത് ചെയ്യും? 2 കാര്യങ്ങളാണ് ഈ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള എളുപ്പമാർഗം സഭയിലുള്ളത്. ഒന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അങ്ങനെ അധരം കൊണ്ട് ഏറ്റു പറയണതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം നമ്മൾ. എന്താണ്? ദൈവം അവന് മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസം വന്നിരിക്കുന്നത്, ഹൃദയത്തിലാണ്. അപ്പം അത് റോമ 10:9 ഒരു വല്ലാത്ത വചനമാണ്. അതിലാണല്ലോ ഈ ഉടമ്പടി തൈലം എല്ലാം വർക്കൗട്ട് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഉടമ്പടി തൈലം തേക്കുമ്പോൾ എങ്ങനെയാണ് ആണി രോഗമാണ് പോണത്? അതല്ല പ്രശ്നം. ഉടമ്പടി തൈലമൊക്കെ ഒരു മീഡിയമാണ്.
ആ മീഡിയം ഉപയോഗിക്കണത് എന്താണ്? ഞങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ലിയും യേശുവിൻ്റെ നാമത്തിലാണ് അത് ആശീർവദിക്കണത്. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു വിശുദ്ധ മീഡിയമായിട്ട് പ്രവർത്തിക്കുകയാണ്. സാധാരണ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വെളിച്ചെണ്ണ പോലെ അല്ലത്. അത് ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെന്താ ചെയ്തിരിക്കണത്? ഞങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ട്, ഇപ്പോൾ എന്താണ് എൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഞാൻ ഒരു 21 ലക്ഷം മനുഷ്യരെ കർത്താവിന് വേണ്ടി കൗൺസിൽ ചെയ്തൊരു കപ്പാസിറ്റിയാണ്. പിന്നെ എന്താ കപ്പാസിറ്റി? എൻ്റെ ഒരു നല്ല കാലത്ത് 2004 പരിശുദ്ധ അമ്മ അൾത്താറയിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി മാത്രം ദൈവം എനിക്കൊരു യോഗ്യത തന്നൊരു കപ്പാസിറ്റിയാണ്. ഞാനിത് വലിമയായിട്ട് പറയണതല്ല, ഒരു സാധനം. പക്ഷേ അതിലേക്ക് വന്നത് എന്താണ്? അതിലേക്ക് വന്നത് ദൈവത്തോടുള്ള കുഞ്ഞുനാള് പോലും കർത്താവിന് മഴയത്താണ് ഞാൻ പള്ളിയിൽ പോകണമെങ്കിലും കുർബാന കൊടുക്കാൻ വേണ്ടി വൈദികരെതിരെ വരികയാണെങ്കിൽ, കുർബാന കൊടുക്കാൻ വേണ്ടിയാണ്, രോഗികളെ കുർബാന കൊടുക്കാനാണ് വൈദികം പോകണമെന്ന് കണ്ടാൽ ഞാൻ അവിടെ നനഞ്ഞ മണ്ണിലായാലും മുട്ടയിൽ നിൽക്കും. അതൊരു ബന്ധമാണ് ശരിക്കും. ഇത് പുതുതായിട്ട് അച്ഛനായതിനു ശേഷം ഉണ്ടായൊരു ബന്ധമല്ലത്. അത് നല്ല കത്തോലിക്ക ചൈതന്യമുള്ള പാവപ്പെട്ട മാതാപിതാക്കന്മാർക്ക് ഇന്ന് പകർന്നു കിട്ടിയതാണ്. ഈശോയാണ് പോണത്, നീ മുട്ടയിൽ നിൽക്കണമെന്ന്. യേശുവിനെ പകർന്നു കൊടുക്കാൻ നമുക്കറിയണം. അതിനാണ് ഇതുപോലുള്ള ധ്യാനങ്ങൾ നമ്മൾ കൂടുന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെ പകർന്നു കിട്ടിയാൽ ദൈവം ഒരിക്കലും ഒരു മനുഷ്യരിൽ നിന്ന് അകന്നു പോകത്തില്ല. ഞാൻ അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അങ്ങനെ ഞാനത് അറിയാതെയാണെങ്കിലും കർത്താവിൻ്റെ പ്രത്യേക പരിപാലനയിൽ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്ത്, എന്നിട്ട് ചെറിയ വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ, സുനാമി നടക്കുമ്പോൾ ഞാൻ ആലപ്പുഴ അന്ധകാരനഴി മുഖത്ത് നിൽക്കുകയാണ്. 2ാമത്തെ സുനാമിക്ക്, 3ാമത്തെ സുനാമി വരാൻ പോകുന്ന റേഡിയോയിൽ ടെലിവിഷനിലും വിളിച്ച് പറയുമ്പോൾ ജനം കിട്ടിയതും പെറുക്കിക്കൊണ്ട്, കൈ കിട്ടിയത് ആട് പശുവിനെയൊക്കെ എടുത്ത് ഓട്ടോറിക്ഷയെ കയറ്റി, ആടിനെയൊക്കെ കയറ്റി, ആടിനെ സൈക്കിളെ വെച്ചൊക്കെ കിട്ടിയതും പെറുക്കൊണ്ട് പോകുന്ന വലിയൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ്. എങ്ങനെയാണ് അഭയാർത്ഥികൾ പോകുന്നതെന്ന്, എൻ്റെ തീരെ നാട് എങ്ങനെയാണ് ഒഴിഞ്ഞു പോണതെന്ന് നമുക്ക്. അതായത് അവിടെ ആ സമയത്ത് KR ഗൗരിയമ്മ വന്നു, മന്ത്രിയാണെന്നവരെ. അവിടെ ഈ പോലീസും പട്ടാളം എല്ലാം വന്നവിടെ, പോലീസൊക്കെ വന്നു. പക്ഷേ 3ാമത്തെ തിര വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഒരു കണക്കിനാണ് മന്ത്രി അവിടെ നിന്ന് പോയത്. പോലീസിനെ കാണാനില്ല. ഞാനതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, 3ാമത്തെ തിരയുടെ അവസ്ഥ അറിയാമല്ല, റേഡിയോയിൽ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു, വേളാങ്കണ്ണി പോലും കടൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മരണ റിപ്പോർട്ടല്ലേ. അന്തരീക്ഷം തന്നെ എല്ലാം മാറിപ്പോയി. നമ്മളിപ്പോൾ കാണുന്ന അന്തരീക്ഷം അല്ലത്. ഭയങ്കര കാർമേഘം കയറി ശീതക്കാറ്റടിച്ചിട്ട് കടലിങ്ങനെ പെരുണ്ട് വരുന്ന ഒരു സംഭവമാണത്. ആ സമയത്ത് 3ാമത്തെ 10:10 3ാമത്തെ വേവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത് മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സുണ്ട്. ആൾക്കാരൊത്തിരി ഉണ്ട്, ഒരു കഥയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന മസിലില്ലേ, അതിനെക്കൊണ്ട് അടക്കാനേ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും സംഭവിക്കാത്തോളം കാലം കേമന്മാരാണ്, ഞങ്ങൾ ഭയങ്കര സംഘടനാ പ്രാപകരാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു വിഷയം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാൻ അങ്ങനെ ആ മനുഷ്യന്മാർ അവിടെ കടപ്പുറത്ത് തടിച്ചു കൂടിയ മനുഷ്യരെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അപ്പോൾ എനിക്ക് എന്താണ്, എൻ്റെ മുമ്പിൽ മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരിതുപോലെ വിഷയം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് ഞാൻ കടപ്പുറത്ത് നിൽക്കിയിരുന്നു. ഞങ്ങൾ 3 സിസ്റ്റേഴ്സും ഞാനും കൂടി കടലിലോട്ട് നടന്ന് ചെന്നിട്ട് അവിടെ മുട്ടിയിൽ നിന്ന്, കൈ കോർത്ത് മുട്ടിയിൽ നിന്ന്. കാര്യം എൻ്റെ മനസ്സിലൊരു വചനം ഉണ്ടായിരുന്നു, കടലിനെ ഓടാമ്പരി വഹിക്കേണ്ടത് കർത്താവാണെന്ന് ജോബ് പറഞ്ഞിട്ടുണ്ടത്. ഞാൻ ആ വചനം അങ്ങനെ തന്നെ എടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് നീയാണ്. കർത്താവേ, ആ ഓടാമ്പൽ വീണ്ടും തിരിച്ച് വെക്കണേ, ഞങ്ങൾക്കിവിടെ ജീവിക്കണം. അതാണ് പ്രാർത്ഥന, അത്രേ ഉള്ളൂ. പക്ഷെ ആ വാക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വചനമുണ്ട്. വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനമെന്ന് പറയണത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമാണ്. ആ വാക്കിൻ്റെ ഉള്ളിലാണ് ദാനമിരിക്കണത്. ക്ഷോഭിക്കുന്ന കടലിനെ പ്രാർത്ഥിക്കാൻ ആ വാക്കിൻ്റെ ഉള്ളിൽ ശാന്തതയുടെ ദാനം ദൈവം വെച്ചിട്ടുണ്ട്. ഈ ശാന്തത വലിച്ചൂരിയെടുക്കണതാണ് പ്രശ്നം, വിശ്വാസം. ഈ ശാന്തത എന്താണ്? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വചനം എന്താണ്?
ഒരു ക്ലെയിമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ചു കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ആർക്കാണ്? സമുദ്രത്തിന്. അപ്പം എന്ത് അധികാര സൂര്യതാപമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനമാണെന്ന് പറഞ്ഞാലും ഇതിനൊക്കെ കർത്താവിൻ്റെ കയ്യിൽ അതിനൊക്കെ ഒരു നിയന്ത്രണത്തിൻ്റെ ശക്തിയുണ്ട്. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് അവിടെ. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് സഭയ്ക്ക് എതിരെയൊക്കെ ഓരോരുത്തർ. കാര്യം ഇന്ന് കേരളത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായ രീതിയിൽ മോശമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണിത്. ഇപ്പം ഒരു 10-15 കൊല്ലമേ ആയുള്ളൂ. അതായത് പണ്ട് ഇങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. വളരെ ശാന്തവും സൗമ്യവുമായി വന്നു. അപ്പോൾ ഒരു മതത്തിൻ്റെ പ്രത്യേക ഒരു വിഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ പ്രത്യേക തീവ്ര വിഭാഗങ്ങൾ, അത് ഇന്ന മതം എന്ന് പറയണില്ല, ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും തീവ്ര വിഭാഗങ്ങൾ മനുഷ്യൻ്റെ സമാധാനം ശരിക്കും ഭീഷണിയാകുമ്പോഴാണ് വ്യത്യസ്തമായ കാലാവസ്ഥകൾ, സാമൂഹ്യ കാലാവസ്ഥകൾ ഉണ്ടാകണത്. പക്ഷേ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, അങ്ങനെ അതിനെതിരെ പ്രതിരോധിക്കുക, അതിൻ്റെ രീതിയിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് അത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് കരുതുന്ന ആൾക്കാർ അതതിൻ്റെ വിഷയമായിട്ട് പോകും. പക്ഷേ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസത്തിലൂടെയാണ്. ലംബാർഡ്സ്, വിസിഗോഡ്സ്, മൂർസ് അങ്ങനെയുള്ളവരെല്ലാം നാഗരികതയെ ചവിട്ടിക്കൂട്ടുന്ന കാലത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ യൂട്യൂബിലൂടെ ഒരു പ്രസംഗം കാച്ചുകയാണ് ചെയ്തത്. അല്ല, എന്താ ചെയ്തത്? ക്ലാരപ്പുണ്യാളത്തിൽ ചെന്നിട്ട് ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ലംബാർഡ്സിൻ്റെയും വിസിഗോഡ്സിൻ്റെയും നേരെ, കൊള്ളക്കാരുടെ നേരെ മഠമാക്രമിക്കാൻ വന്ന, നാട്ടിൽ കൊള്ളക്കാരും തീവപ്പും നടത്തിക്കൊണ്ടിരുന്ന കണ്ണിബാൾസ് പോലെ, അതിൻ്റെ അകത്ത് നരഭോജികൾ പോലെയുള്ള മനുഷ്യരുണ്ടായിരുന്നു. അവിടെ നേരെ കർത്താവിൻ്റെ ദിവ്യകുർബാന കാണിക്കുകയാണ് ചെയ്യണത്. ആ ദിവ്യകുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചിട്ട് അവർക്ക് വേറെ ചില കാര്യങ്ങൾ, അവർ പട്ടാളത്തിൻ്റെ വലിയ ബ്രിഗേഡ് നിൽക്കണ പോലെ തോന്നിയിട്ട് അവർ നഗരം വിട്ടു പോയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം 100 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാളാണ്. തോമസ് അക്വീനാസിനോട് മാർപ്പാപ്പ ഗ്രിഗറി പറഞ്ഞു, നിങ്ങൾ ബ്ലെസ്സഡ് സാക്രമെന്റിനെ കുറിച്ചൊരു വചനം, ഒരു പാട്ടെഴുതാൻ പറഞ്ഞു, ഒരു ഹിം എഴുതാൻ പറഞ്ഞു. തോമസ് അക്വീനാസിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ദിവ്യകുർബാനയുടെ വലിയ ഭക്തനാണ്. ദിവ്യകുർബാനയുടെ പണ്ഡിതനല്ല, ഒരു കഥയില്ല അതിൻ്റെ അകത്ത്. ദിവ്യകുർബാനയുടെ ഭക്തൻ. കാര്യം പാണ്ഡിത്യമെല്ലാം കർത്താവിൻ്റെ വചനത്തിലുണ്ട്. നമ്മൾ അതിനെ വിശ്ലേഷിച്ച് ഉള്ളി പൊളിച്ചില്ലാതെ അടക്കാതെ കർത്താവിൻ്റെ വചനത്തിൽ അവരെന്താണ്, അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് രാജ്യസേവകൻ പോണത്. അവൻ പറഞ്ഞ വാക്കെങ്ങാനും പഠിച്ചുകൊണ്ട് പോയിട്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്കായിരുന്നു. രാജ്യസേവകൻ്റെ വൃത്തി എന്താ ചെയ്തിരിക്കണത്? രാജ്യസേവകൻ എന്താ ചെയ്തിരിക്കണത്? നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ സുഖം പ്രാപിക്കും. 4:50 എന്താ പറയണത്? അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. ആ തൽക്ഷണം അവൻ സുഖം പ്രാപിച്ചു. ഞാൻ ഓർക്കണേ, അവൻ പറഞ്ഞത് എങ്ങാനും പഠിക്കാനാണ് അവൻ പോയിരുന്നെങ്കിൽ അവൻ്റെ കാര്യം പോക്ക, ആ മകൻ്റെ കാര്യം പോക്കായിരുന്നു. കാര്യം ഇത് പഠിക്കുന്നതിലൂടെ അല്ല നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. ആ വചനത്തിലാണ് വിശ്വസിക്കുന്നത് നമ്മൾ. വചനത്തിൻ്റെ ഇതൊന്നും വേണ്ടെന്നല്ല, പ്രബുദ്ധമായ ഒരു ആധ്യാത്മികതയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിലല്ല, അതിൻ്റെ പശ്ചാത്തലം മാത്രമാണ്, അതിൻ്റെ കവറിങ്ങാണ്. ഒരു ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കവറിനാണ് നമ്മൾ തിന്നണത്, ബിസ്ക്കറ്റാണ് തിന്നണത്? അതാണ് വിഷയം. ഒരു ബിസ്ക്കറ്റ് നമ്മുടെ കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഓറഞ്ച് കിട്ടി, ഒരു ആപ്പിൾ കിട്ടി, തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ആപ്പിൾ കഴിക്കും. ചില ആൾക്കാർ അല്ലാതെയും കഴിക്കും. ഓറഞ്ച് തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇത് പഠനങ്ങളെല്ലാം, അതിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം അതിൻ്റെ കവറിങ്, കാമ്പല്ല. കാമ്പ് വേറെ, കവറ് വേറെ. അതായത് കാമ്പെന്ന് പറയണത് കർത്താവ് തന്നെയാണ്. എന്താണ്? വചനമല്ല, അവൻ പറഞ്ഞ വചനം. ആര്? ക്രിസ്തു പറഞ്ഞ വചനം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ
ജീവിതത്തിലെ അങ്ങ് പറഞ്ഞ വചനം രാജസേവകനെ പോലെ ശതാധിപനെ പോലെ വിശ്വസിക്കുവാൻ നടപ്പിൽ വരുത്തുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് പ്രഖ്യാപിക്കുവാൻ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന റോമാ 10:9 വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ആ വിശ്വാസത്തെ എന്റെ ജീവിതത്തിന്റെ പ്രത്യേക പ്രതിസന്ധികളിലേക്ക് യേശുനാമത്തിലെ പ്രഖ്യാപിക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന ആരാധന. ഏകാഗ്രതയോടുകൂടി കർത്താവിൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കുകയും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് കർത്താവിൻ്റെ ദൃശ്യനെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, രാജസേവകനെ പോലെ ശതാധിപനെ പോലെ അങ്ങയുടെ വചനങ്ങളെ വിശ്വസിച്ച് നടപ്പിൽ വരുത്തുവാൻ എനിക്ക് ശക്തി തരണം. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുവാൻ എനിക്ക് ശക്തി തരണം. ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചത് വിശ്വസിക്കുവാൻ ശക്തി തരണമേ. ചില വചനങ്ങള് വിശ്വസിച്ചാലും ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല. നല്ല വിശ്വാസം ഉണ്ടാകും, പക്ഷെ വചനം ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല. ഇതൊരു പ്രശ്നമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വിഷയം വളരെ ഗൗരവതരമായ രീതിയിൽ സമീപിക്കേണ്ടതാണ്. ചില വചനങ്ങൾ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാകും, പക്ഷെ ചില വചനങ്ങൾ ഓപ്പൺ ചെയ്ത് കിട്ടത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ പത്രോസിൻ്റെ 16:16 ഈശോ ചോദിച്ച ചോദ്യം ഇതാണ്: ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശിമയോൻ മറുപടി പറയും. 16:16 എന്താ പറയണത്? ശിമയോൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാൻ. അപ്പോഴും അറിയാമല്ലോ, ശിമയോൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്താ പറയണത്? ശിമയോൻ എന്ന് പറഞ്ഞ ആരാണ്? സൈമൺ ദ പീറ്റർ, അതായത് പത്രോസ്, അതായത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. അപ്പോൾ ഈശോ പറയും, 16:17 വരുമ്പോൾ പറയും, ശിമയോനെ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ വിശ്വാസം ഉണ്ടല്ലോ ശിമയോന്, ഉറപ്പല്ലേ? ഇപ്പോൾ എന്താ നമ്മുടെ സബ്ജക്റ്റ്? ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ അനേക കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ വിശ്വാസം കൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് അച്ഛൻ പറയണത് മനസ്സിലായോ? അപ്പോൾ അവിടെ പിന്നെ എന്താ വേണ്ടത്? എന്താ വിശ്വാസം കൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് അച്ഛൻ പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ രാജസേവകൻ്റെ വിഷയം എന്താണ്? യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ പോയി. അതിനാണ് മകൻ ജീവിച്ചത്. അപ്പോൾ അവിടെ വിശ്വാസം മതിയായിരുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഈ ശിമയോനേക്കാൾ, ഈ രാജസേവകനേക്കാൾ വലിയ വിശ്വാസം നടത്തിയത് ആരാണ്? ശിമയോന. ശിമയോൻ എന്താ പറയുന്നത്? യുവർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് നീ. അതിനേക്കാൾ വലിയൊരു വെളിപാടില്ല. അപ്പോൾ യേശു 16:17 വായിച്ചോളൂ. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോഴേ ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണ്? വേറെ ഒരാൾ കൂടി ഈ വിശ്വാസത്തിൽ കക്ഷിയാകുന്നുണ്ട്.
രാജസേവകൻ്റെ ഭൃത്യൻ്റെ രാജസേവകൻ്റെ വിശ്വാസത്തിൽ ഈ ആളിപ്പോൾ ഈ ശെമയോൻ്റെ വിശ്വാസത്തിൽ വന്ന ആളില്ലായിരുന്നു. ആരാണ്? പിതാവായ ദൈവം. അപ്പം വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് മാറി അവിടെ. എന്താണ്? യോനായുടെ പുത്രനായ ശെമയോനെ മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഈ ക്രിസ്തീയ ജീവിതത്തിലെ പിതാവിന് വല്ലാത്ത ഒരു റോളാണ്. അത് ഞാൻ പിന്നീട് പതുക്കെ പറയാതെ, നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ABCD ക്രിസ്ത്യാനിയായിട്ടിരിക്കും. ബേസിക് ക്രിസ്ത്യൻസ്. ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ ബേസിക് കോഴ്സ് എന്ന സംഭവമുണ്ട്. ബേസിക് കോഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ മാർക്ക് കിട്ടി പോകുന്ന ആളാണ് ബേസിക് കോഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഉന്നതമായ പഠനത്തിലൊന്നും അവർ യോഗ്യരല്ല. അതുകൊണ്ട് ബേസിക് കോഴ്സ് എന്ന് പറയും. ഇനി കർത്താവ് ഉദ്ദേശിക്കണത് എന്താണ്? ഈ രാജസേവകൻ്റെ വിശ്വാസം വല്ല കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമില്ല. എന്താണ് യോഹന്നാൻ 4:50 എന്താ പറയണത്? കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവൻ പോയി. കർത്താവിനും വിശ്വസിച്ചു, അവൻ്റെ വചനത്തിലും വിശ്വസിച്ചൊരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ മാറി. പത്രോസിൻ്റെ ഫെയ്ത്തിൽ വന്നപ്പോൾ എന്താ പറയണത്? പത്രോസിനോട് എന്താ പറയണത്? ശെമയോനെ, മാംസരക്തങ്ങളല്ല എന്ന് പറഞ്ഞ ശെമയോനെ, മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോഴിനി വിശ്വാസത്തിന്റെ ലെവല് മാറുകയാണ്. എന്താണ്? ഇവനങ്ങ് റോക്കായിട്ട് ഈശോ പ്രഖ്യാപിക്കുകയാണ്. ഈശോ തിരിച്ച് പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? യു ആർ റോക്ക്, നീ പാറയാണ്. അപ്പം ക്ലിയറായില്ലേ? ഈ പാറമേൽ, നിൻ്റെ വിശ്വാസത്തിൻ്റെ പാറമേൽ ഞാൻ എൻ്റെ തിരുസഭയെ പണിയും. ഒരു വാഗ്ദാനമാണ്. അപ്പം ശെമയോൻ്റെ വിശ്വാസം കണ്ടല്ലോ. ഈ വിശ്വാസം തന്നെയാണ് ഒരു ചെറിയ സ്ട്രോക്ക് വരുന്നതോടുകൂടി പിറ്റേ ദിവസം ശെമയോൻ്റെ വിശ്വാസം അടിസ്ഥയിൽ വീണ കാണാം. അതെവിടെയാണ് വീണത്? പീഡാനുഭവ പ്രവചനങ്ങൾ നമുക്ക് നോക്കാമല്ലോ. അത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 16:21 വായിച്ചോളൂ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരും. താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. അടുത്ത വചനം വായിച്ചേ. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴേ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? ദൈവം കനിയട്ടെ കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതായത് പെട്ടെന്ന് ആ വിശ്വാസത്തിൻ്റെ ക്ലാസ് ചേഞ്ച് ചെയ്ത് ഇല്ലേ, അപ്പർ പ്രൈമറി നിന്ന് ഹൈസ്കൂളിലേക്ക് മാറുമ്പോൾ പുതിയ സബ്ജക്റ്റുകൾ വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയം വരുമ്പോഴേ നിങ്ങൾ ഉടനെ ഞാൻ ഇത്രയും വിശുദ്ധമായിട്ട് ജീവിച്ചല്ലോ, കർത്താവിനെ ഞാൻ കണ്ടല്ലോ, സ്വപ്നത്തിലാണെങ്കിലും കർത്താവിൻ്റെ ഞാൻ സാക്ഷ്യം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞിരിക്കരുത്. ദൈവം നിൻ്റെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിത്യത ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. നീ ഇപ്പം കാണുന്ന മക്കളുടെ ജോലിയും വീടും വിവാഹവും അതൊന്നും അല്ല. അതെല്ലാം ചത്തുകെട്ട് പോകും, ചിമിത്തേരി പോകും, ഒന്നുമില്ല. അവസാനം 75 കൊല്ലം കഴിയുമ്പോൾ ഒന്നുമില്ലേ, ഒരു സംഭവമില്ല. ഓർമ്മ പോകുമ്പോൾ തന്നെ എല്ലാം പോയില്ലേ. ആദ്യം പോണത് രുചിയാണ് ഇല്ലേ, നാക്കിൻ്റെ രുചി. അപ്പോൾ തന്നെ ഭക്ഷണമെല്ലാം ക്ലിയറായി. പിന്നെ എന്താ പോണത്? കൈയും കാലും ഇറക്കുമ്പോൾ തുണി കൊടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ തുണിയുടെ കാര്യം തീരുമാനമായി. ഇങ്ങനെ ഓരോ കാര്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം പോയി, തുണി പോയി, അവസാനം എന്ത് പറ്റി? ഓർമ്മയും പോയി. തീർന്നില്ലേ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മകളെ, ഉടമ്പടി എടുത്ത ആൾക്കാരെല്ലാവരും മനസ്സിൽ
വരുന്ന തോന്നലുകളെ എപ്പോഴും ശ്രദ്ധിക്കണം. മനസ്സിൽ വരുന്ന തോന്നലില്ലേ, ഇപ്പോൾ മെലിൻഡ ചേച്ചിക്ക് വന്നത് എന്താ തോന്നൽ? എൻ്റെ കാലിൽ ഉടമ്പടി തൈലം പുരട്ടിയാൽ, മകൻ്റെ കാലിനെ ഈശോയിൽ ഓർത്തുകൊണ്ട് പുരട്ടിയാൽ കർത്താവ് അവനെ സുഖപ്പെടുത്തും. ആ തോന്നൽ അവർക്ക് എവിടുന്ന് വന്നതാണ്? അത് അച്ഛൻ എന്താ പറഞ്ഞത്? യേശുവുമായി ഐക്യപ്പെട്ടത് മൂലം ഉണ്ടായതാണ്. യേശുവുമായിട്ട് ഐക്യപ്പെടുന്ന വചനം ഏതാണ്? 6:17. 1 കൊറിന്ത്യസ് 6:17. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. അവിടുത്തോടുകൂടി ഏകാത്മാവായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്? 1 കൊറിന്ത്യസ് 2:15 എന്താ പറഞ്ഞത്? ഞങ്ങളാകട്ടെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഈ ക്രിസ്തുവിൻ്റെ മനസ്സറിയാൻ കഴിയാതിരുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:6 പറയണത്. എന്താണ്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ മനസ്സാണ് അപ്പോസ്തലന്മാർ അറിയേണ്ടിയിരുന്നത്. പക്ഷെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അവനുമായിട്ട് ഐക്യപ്പെടണം. അപ്പോൾ ഈ വിഷയത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത്? ഇപ്പം നിൻ്റെ കുടുംബം, നിൻ്റെ ലോണ്, അല്ലെങ്കിൽ നിൻ്റെ വീട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ നീ ഉടമ്പടി വെച്ച വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ, ഈ വിഷയങ്ങൾക്കെല്ലാം ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാര മാർഗമുണ്ട്. നീ ഉടമ്പടി കൃത്യമായി ചെയ്ത് അവനോട് വിശ്വാസം കാണിച്ച്, പിന്നെ വിശ്വാസം മാത്രമല്ല, വിശ്വാസം കൊണ്ട് ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിവിടെ പറയുന്നേ, ഇപ്പോൾ ഒരു കോഴിമുട്ട, ഒരു കുയിലിൻ്റെ മുട്ട, പാടുന്ന കുയിലിൻ്റെ മുട്ട വിരിയണത് 10 ദിവസം കൊണ്ടാണ്. 10 ദിവസം. ഒരു കോഴിമുട്ട വിരിയണത് 21 ദിവസം കൊണ്ടാണ്. ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ട വിരിയണത് 44 ദിവസമാണ്. 44 ദിവസവും പിന്നെ ഒരു കുറച്ച് മിനിറ്റും കൊണ്ട് അത് വിരിയത്തുള്ളൂ. ഇനി ആബർഡോസിൻ്റെ ഒരു പക്ഷിയുണ്ട്. അയ്യോ, അത് ഭയങ്കര സാധനം, ഒരു വേട്ടക്കാരൻ പക്ഷിയാണ്. കണ്ടാൽ അത്ര കുഴപ്പം, ഒരു വെള്ളയും ചാരയും കൂടിയ ഒരു പക്ഷിയാണ്. നമ്മുടെ മഞ്ഞുനാടുകളിലേക്ക് അതുള്ളൂ. ആൽബർട്ടോസ് പക്ഷിയുടെ മുട്ട വിരിയണ 85 ദിവസം വേണം. ഏതാണ്ട് ഇതുപോലെയാണ് വചനത്തിൻ്റെ അവസ്ഥ. ചില വചനങ്ങൾ നമ്മുടെ വിശ്വാസം കൊണ്ട് വിരിയും. ചില വചനങ്ങൾ ഈ ശതാധിപൻ്റെ പോലെ ഇത്തിരി കടുത്ത വിശ്വാസം വേണം. ചില വചനങ്ങൾ വിശ്വാസം കൊണ്ടും വിരിയത്തില്ല, പിന്നെയും സമയമെടുക്കും. അതാണ് ഈ പത്രോസിന് സംഭവിച്ചിരിക്കുന്നത്. പത്രോസിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞതാണ്, കർത്താവാണ്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ പിറ്റേ ദിവസം ക്രിസ്തു ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ ഐസി അടിച്ചുപോയി. പുള്ളിയെല്ലാം മറന്നുപോയി. ഇന്നലെ പറഞ്ഞ എല്ലാം മറന്നുപോയി. ഒരു വിശ്വാസം പ്രഖ്യാപിച്ചാൽ ആ വിശ്വാസം ശിഥിലമാകാൻ ഒരു സഹനം മതിയാകും. യു ഗോട്ട് ദ പോയിന്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ എത്ര വിശ്വാസം പ്രഖ്യാപിച്ചാലും ആ വിശ്വാസം ഒരു നിമിഷം ശിഥിലമാകാൻ ഒരു സഹനം മതിയാകും. ഈ സഹനത്തിന് ഭയങ്കര വല്ലാത്ത റോളാണ്. സഹനം വരുമ്പോൾ ഓർക്കുക, അപ്ഗ്രഡേഷൻ വരാൻ പോകുന്നുണ്ട്, വിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം തന്നെ കയ്യോടെ പത്രോസ് പതറിപ്പോയി. കർത്താവേ, അങ്ങയ്ക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് പത്രോസിനെ. ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിയോട് ആ മനുഷ്യന് വിശ്വാസമുണ്ട്, പക്ഷെ ദൈവിക പദ്ധതി ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇതല്ലേ എല്ലായിടത്തെയും പ്രശ്നം. ഭയങ്കര വിശ്വാസമുണ്ട്, പക്ഷെ ദൈവിക പദ്ധതി ഉൾക്കൊള്ളാൻ പറ്റണില്ല. നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിൻ്റെ കുരിശുബന്ധത്തിൽ നിന്നും അതുപോലെ ഉണ്ടാകുന്ന മഹത്വം ഉയർത്തുന്നതിൽ നിന്നും ദൈവമഹത്വത്തിൽ നിന്നും എല്ലാം പത്രോസ് പതുക്കെ ഈശ്വരനെ മാറ്റാൻ പോവുകയാണ്. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നീ എൻ്റെ പുറകിൽ പോകാൻ പറഞ്ഞത് ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഇനി ഈ പത്രോസ് തന്നെ ഇപ്പം നമ്മൾ കർത്താവിൻ്റെ വചനം ഇവിടെ എന്ത് പറ്റി? കഠിനമായിപ്പോയി. പത്രോസിൻ്റെ വചനം അപ്പം അതായത് മറ്റ് ഈ കോഴിമുട്ടയും കുയിലിൻ്റെ മുട്ടയും പോലെ അല്ല, ഒട്ടകപ്പക്ഷിയുടെ മുട്ട അതിന് കഠിനമുള്ളതാണ്. അതിന് 44 ദിവസം എടുക്കും വിരിയാൻ. അപ്പോൾ ഇത് കട്ടി കൂടി. മനുഷ്യപുത്ര ശത്രുകാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനെ പീഡിപ്പിക്കും, വധിക്കും, അവൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ
അതിനെ ഉൾക്കൊള്ളാൻ, ദൈവിക പദ്ധതി ഉൾക്കൊള്ളാൻ പത്രോസിനെ പറ്റണില്ല. പത്രോസിന് ആ വചനം കഠിനമായി പോയെങ്കിലും കർത്താവ് പത്രോസിനെ കളഞ്ഞില്ല. ഇത്തിരി സിലബസ് ഇത്തിരി കട്ടിയായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇനി പഠിക്കേണ്ടെന്നൊന്നും പറഞ്ഞില്ല, വീട്ടിൽ നിൽക്കടാന്ന് പറഞ്ഞില്ല. കുറേ ആൾക്കാരോട് പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞു, സ്കൂൾ വിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞായിരുന്നു. സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ ആളിനോട് ഇപ്പം ഈശോ പറഞ്ഞ പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലല്ലേ ഈ അപ്പം ഭക്ഷിക്ക് നിത്യം ജീവിക്കും. ഇപ്പം 6:58 വരുന്നില്ലേ? 6:58 യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അതായത് ഈ 6:58 എന്താ പറയണത്? കുറേ ശ്രോതാക്കൾ നിൽക്കുന്നുണ്ട്. അവരോട് എന്താ ഈശോ പറയണത്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു പ്രശ്നവുമില്ല, അവർ റിയാക്ട് ചെയ്യണില്ല, അവർക്ക് അലർജി ഇല്ല, അവരെല്ലാം അന്ന് തലയൊക്കെ ആട്ടി ശരിയാണ് മന്ന ഭക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അവധിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല അവർക്ക്. അടുത്ത വചനം എന്താ പറയുക കർത്താവ്? അതായത് പിതാക്കന്മാർ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, ഒരു പ്രശ്നവുമില്ല. കണ്ട, അത് കേട്ടിട്ടും ആ വല്യപ്പന്മാരും ചേട്ടന്മാരും ഒക്കെ തലയാട്ടി ആ കുഴ എന്നേക്കും ജീവിച്ചാൽ കൊള്ളാതൊക്കെ പറഞ്ഞാൽ അവരൊക്കെയാണ്. അവർക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു അലർജിയും ഇല്ല. പക്ഷേ അടുത്ത സംഭവം പറയും. എന്താ പറയണത്? 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു. അതായത് ഈ അപ്പം ഭക്ഷിക്കുന്ന മരിക്കും, അതുപോലെ പിതാക്കന്മാർ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കുക, ലോകത്തിൻ്റെ ജീവന് വേണ്ടി. അവിടെയാണ് പ്രശ്നം വന്നു പോയത്. ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അവിടെയാണ് പ്രശ്നം. അവിടെ വന്നപ്പോൾ കടലിളകണ പോലെ ഇവർ അലർജി. അതായത് അവർ കുറേ വചനങ്ങൾ വിശ്വസിക്കുന്നു, കുറേ വചനങ്ങൾ വിശ്വസിക്കണില്ല. ഇതെന്നെ ക്രിസ്ത്യാനിക്കൂടെ സംഭവിച്ചിരിക്കണത്. ക്രിസ്ത്യാനിയല്ല, കുറേ കർത്താവിൻ്റെ കുറേ വചനങ്ങൾ വിശ്വസിക്കും, പക്ഷേ യഥാർത്ഥ വചനങ്ങളിലേക്ക് കർത്താവ് പതുക്കെ വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. എന്താ റിയാക്ട് ചെയ്ത്? 6:60 വായിച്ചേ. ഈ വചനം കഠിനമാണ്. അത്രയും നേരം ഒരു കുഴപ്പമില്ല. ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ വിഷയം മാറി. എന്താ പറഞ്ഞത്? 6:60 എന്താ പറഞ്ഞത്? ഈ വചനം കഠിനമാണ്. ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? നേരത്തെ പറഞ്ഞ വചനങ്ങളെല്ലാം ലഘുവാണ്, കുഴപ്പമില്ല. ഈ വചനം കഠിനമാണ്. ഇത് തന്നെയല്ലേ 10 ദിവസം സംഭവിച്ചത്? യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ ആള് അവൻ ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ 10 ദിവസം പറഞ്ഞ് കഠിനമാണെന്ന് പറഞ്ഞു. 10 ദിവസം പറഞ്ഞാൽ കഠിനമാണെന്ന് കർത്താവ് നമ്മളെ പറയണ 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ 16-17 മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എന്താ പറയണത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് പത്രോസ് പറയുകയാണ്. ഒരു കുഴപ്പമില്ല. ആ പത്രോസ് തന്നെയാണ് 16-ലേക്ക് നിന്ന് തിരിച്ചു വരുമ്പോഴേ 16-22 എന്താ പറയണത്? ദൈവം കനിയട്ടെ കർത്താവേ, ഇത് ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇത് കഠിനമാണ്. കണ്ട, അത് കഠിനമാണ്. അത് തന്നെയല്ലേ മറ്റു ശിഷ്യന്മാരും പറയണത്. ഇത് കഠിനമാണ്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇത് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ വചനത്തിന് പത്രോസ് ആയാലും നാട്ടുകാരായ പബ്ലിക്കായാലും ഒരു വിഷയം ഉണ്ടാവും, കഠിനമുണ്ടാവും. ഇപ്പം ലഘുവായ കുറേ കാലങ്ങളുണ്ട് വചനത്തിൻ്റെ. പിന്നെ ചില വചനങ്ങൾ ഉൾക്കൊള്ളാൻ കഠിനമായ കാലമുണ്ടാവും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വചനമെന്ന് പറഞ്ഞാൽ എന്താണ് വചനം? നമ്മൾ റോമ 2:18 എടുത്തേ. റോമ 2:18 ശ്രുതികട്ടെ ഹല്ലേലൂയ. നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ, നീ വചനം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രശ്നം. അതായത് ശ്രേഷ്ഠതയിലേക്കുള്ളൊരു യാത്രയുണ്ട്.
വചനം എന്താന്ന് പറഞ്ഞാൽ ഈ റോമ 2:18 എന്താ പറയണത്? വചനം അല്ലെങ്കിൽ നിയമം. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവഹിതമറിയ ദൈവഹിതമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനം ഒരു ദൈവഹിതമായൊരു വിഷയം വരികയാണ്. ഇപ്പം നിനക്ക് മക്കളില്ല, 11-ാം കൊല്ലമാണ് മക്കളുണ്ടാകണത്. ചിലപ്പോൾ ഈ ജന്മത്തിൽ മക്കളുണ്ടാകത്തില്ലെന്ന് വിചാരിച്ചോ, അതൊരു ദൈവ വചനമാണ്. ശരിക്കും പറഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതമാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഏകസ്ഥരും ബ്രഹ്മചര്യമുള്ളവരുമായിട്ട് ജീവിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണത്. അപ്പം ദൈവഹിതം വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. കൊച്ചു ത്രേസ്യ ഏതാണ്ട് 9 വയസ്സ് മുതൽ അവൾക്കുള്ള ദൈവവചനം എന്താണ്? 24 വയസ്സ് വരെ അവൾ രോഗിയാണ്. അതവളെ സംബന്ധിച്ചുള്ള ഹിതമാണ്, കഠിനമായ. അതിൽ നിന്നാണ് അവൾ വിശുദ്ധയായി മാറുന്നത്. അപ്പം നമ്മളെ നിത്യരക്ഷ എപ്പോഴും ലഘുവചനങ്ങളിൽ നിന്ന് കിട്ടത്തില്ല. ഈ ഗോട്ട് ദ പോയിന്റ്. ശ്രദ്ധിക്കണം, നമ്മുടെ നിത്യരക്ഷ കഞ്ഞി കാപ്പി IELTS അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഈ ലഘുവചനങ്ങളിൽ നിന്ന് കിട്ടും. പക്ഷെ പേയ്മെൻ്റുള്ള വചനങ്ങളിൽ നിന്നും ഈ ഭൗതികമായ ആനുകൂല്യങ്ങളല്ലാതെ ഗുരുതരമായ വചനങ്ങളിൽ നിന്ന് മാത്രമേ, കഠിന വചനങ്ങൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് നിത്യരക്ഷയായിരിക്കും. ഇത് നിങ്ങളൊരു വെളിപാട് പോലെ സ്വീകരിച്ചോ. കഠിന വചനങ്ങൾ, കഠിന വചനങ്ങളിൽ നിന്ന് എന്താ പറയണത്? കഠിന വചനങ്ങൾ ഇപ്പോൾ 10 ദിവസം നിൽക്കുന്ന സമയത്തല്ല പറയണത്. എന്താ പറയണത്? കർത്താവിൻ്റെ ഹിയറിംഗ് പബ്ലിക് എന്താ പറയണത്? ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോഴെന്താ പറയണത്? ഈ വചനം കഠിനമാണ്, ആർക്കിത് ശ്രവിക്കുവാൻ കഴിയും? ശ്രവണമാണല്ല പ്രശ്നം, ശ്രവണമല്ലേ പ്രശ്നം. ഇത് പത്രോസ് എന്താ പറഞ്ഞത്? കർത്താവെ, നീ പറഞ്ഞ വചനം കഠിനമാണ്. നീ ശത്രുക്കളെ ഏൽപ്പിക്കുക, അവരെ നിന്നെ പീഡിപ്പിക്കുക, വധിക്കുക. ഉയർപ്പിൻ്റെ കാര്യം പത്രോസ് വിട്ടു. അങ്ങനെ ഒരു സംഭവം നടക്കാത്തതിനും പത്രോസിന് അറിയാം. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ വിവരം അന്ന് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കഠിനമായി മാറി. ഉയർപ്പിൽ വിശ്വസിക്കാത്തോളം കാലം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം കഠിനമായിരിക്കും. ഉയർപ്പിൽ വിശ്വസിക്കാത്തോളം കാലം, ഉയർപ്പെന്ന വലിയ സത്യത്തെ വിശ്വസിക്കാൻ ദൈവം നമുക്ക് വരം തരാത്തോളം കാലം, എൻ്റെ ദൈവപൈതലെ, നിൻ്റെ ഓരോ ജീവിത പ്രശ്നങ്ങളും നിനക്ക് കഠിനമായിരിക്കും. കഠിനമായ ദൈവത്തിൻ്റെ വചനമായി മാറും. കഠിനം മധുരമാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് മധുരമാകണത്? എങ്ങനെയാണ് കഠിന വചനങ്ങളെ മധുരമാക്കണത്? ഇപ്പം പത്രോസിൻ്റെ തന്നെ കാര്യം എടുക്കാം. കർത്താവ് അവനോട് ചോദിച്ചു, കഠിനമാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പോയല്ലോ, വാട്ട് യു സേ? നിനക്കെന്താ പോണോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസിന് അപ്പോഴും പിതാവായ ദൈവം ഒന്ന് തോടും. എന്താ പറയണത്? കർത്താവേ, ഞങ്ങൾ അങ്ങനെ പോകത്തില്ല. എന്താ കാര്യം? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? എന്താ കാര്യം? നിത്യജീവന്റെ വചനങ്ങൾ. ആ ഭാഗം വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 6:68. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ടാ പത്രോസ് ലൈനിൽ വന്നാ എന്താ പറയണത്? ഞങ്ങൾ എത്ര വചനം കഠിനമായാലും, എത്ര പേര് നിന്നെ ഇട്ടിട്ട് പോയാലും ഞങ്ങൾ പോകത്തില്ല. ഒരു കാരണമാണ്. എന്താണ്? ഈ കഠിന വചനങ്ങളിലാണ് കർത്താവെ നിത്യത നീ ഒളിപ്പിച്ച് വെച്ചിരിക്കണത്. പക്ഷെ ഭയങ്കര ഗ്രേറ്റ് വെളിപാടാണ് ഈശോ പത്രോസിന് കൊടുത്തത്. അതായത് നമ്മളുടെ കഠിനാനുഭവങ്ങൾ ഓർക്കുക. ചില ആൾക്കാർ ഓർക്കും, കർത്താവ് അവർ 10 കൊല്ലം തളർന്ന് കിടന്നല്ല. എന്തുമാത്രം കൈയും കാലുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവർ പള്ളി കുർബാന മുടക്കാത്ത ആളാണ്. ഇപ്പോൾ വന്നിരിക്കണ മരുമക്കളും നോക്കണില്ല, മക്കളും നോക്കണില്ല. അവർ തൂറും മുള്ളുമൊക്കെ കട്ടിലേ തന്നെയാണ്. 10 കൊല്ലം ഇത്രയും ദൈവവേദന പിടിച്ച് നടന്ന ആൾക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തെങ്കിലും നടക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പശ്ചാത്തല വർത്തമാനം പറഞ്ഞ് നടക്കും. പക്ഷേ അവർ കഠിന വചനങ്ങളിലൂടെ പോവുകയാണ്. എന്താണ്? അവരുടെ ആ കിടപ്പിലാണ് നിത്യത ഇരിക്കണത്. നിത്യത. അതാ 10 ദിവസം അത് പെട്ടെന്ന് കിട്ടി. ദൈവത്തിനെ ശ്രദ്ധിക്കുക. നിനക്ക് ജോലി കിട്ടിയത് കൊണ്ടോ വീട് കിട്ടിയതുകൊണ്ടോ നീ 10 പിള്ളേരെ പ്രസവിച്ചത് കൊണ്ടോ അല്ല ഇരിക്കണത്. നിൻ്റെ നിത്യത ഇരിക്കണത് നീ വചനത്തിനെ കഠിനമായ സാഹചര്യങ്ങളെ, കഠിനമായ അനുഭവങ്ങളെ, കഠിനമായ ദൈവഹിതങ്ങളെ, കഠിനമായ ദൈവവചനങ്ങളെ, ജീവിതത്തിൽ വരുന്ന ദൈവവചനങ്ങളോട് നീ എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ്. 10 ദിവസം പറയണത് കൊന്നാലും ഞങ്ങൾ ഒരിടത്തും പോകത്തില്ല. എന്താ കാര്യം? നിത്യജീവൻ്റെ വചനങ്ങളാണ്. അത് കഠിനമാണ്,
പക്ഷെ അത് ഈ ലോകത്തുള്ള ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല. വചനം കഠിനമാണ്, പക്ഷേ ഈ ലോകത്തുള്ള ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല. ഈ സമയം എന്താ സംഭവിക്കണത്? പത്രോസ് എപ്പോഴും എന്ത് പറഞ്ഞാലും അവിടെ ഒരു പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. എന്താ കാര്യം? പത്രോസിനോട് പണ്ട് ഈശോ പറഞ്ഞിട്ടുണ്ട്, നീ ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയുമ്പോഴേ എന്താണ് പറഞ്ഞത്? 16:16 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ പറഞ്ഞത്? ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് എൻ്റെ പിതാവാണ്. അപ്പം പിതാവാണ് വെളിപ്പെടുത്തുന്നതിൻ്റെ ആളെന്ന് മനസ്സിലായില്ലേ? ഈ നമ്മൾക്ക് മനസ്സിലാകാത്ത സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളുടെ സത്യസന്ധത നമുക്ക് വെളിപ്പെടുത്തി തരണത് പിതാവാണ്. ചില കഠിന വചനങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരണത്, അർത്ഥം പറഞ്ഞു തരണത് പിതാവാണ് യേശുവിലൂടെ സംസാരിക്കുന്നത് എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴെ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ? ഈശോ എന്തുകൊണ്ട് പത്രോസ് പറഞ്ഞ് കഠിനമാണെന്ന് പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞില്ലേ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ വചനം കഠിനമാണെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. നീ ഇപ്പം പറഞ്ഞ വചനം നിനക്ക് കഠിനമാണെന്ന്. അപ്പോഴെന്ത് പറ്റി? മറ്റുള്ളവരും പറഞ്ഞ് ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞ് ഇത് കഠിനമാണ്, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ്. പത്രോസും പറഞ്ഞ് ഇത് കഠിനമാണ് എന്ന് പറഞ്ഞപ്പോൾ സത്താനെ നിൻ്റെ പുറകിൽ പോയി നിൽക്കാൻ പറഞ്ഞു. പുറകിൽ പോയി നിൽക്കണത് എന്തിനാണ്? നീ ചെകുത്താനാണ്, ഇനി എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. രണ്ടാമത് കർത്താവ് മുമ്പേ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ പോകുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 10 ദിവസം പുറകിലല്ലേ നിൽക്കേണ്ടത്? 10 ദിവസം മുമ്പിൽ കിടന്നല്ലേ കുഴപ്പമായി പോയത്. അതുകൊണ്ട് 10 ദിവസം തന്നെ പുറകിൽ നിൽക്കുക, എന്നെ അനുഗമിക്കുക, എൻ്റെ വചനം കേട്ട് മനസ്സിലാക്കാൻ പറഞ്ഞു. അവനോട് പോകാൻ പറഞ്ഞില്ല, കാര്യം അവൻ പോകത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആരുടെ പക്കലേക്ക് പോകുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അപ്പനോട് ഈശോ പറഞ്ഞു, അപ്പാ അവൻ പോകത്തില്ല കേട്ടോ, പക്ഷെ പാവത്തിന് വചനം കഠിനമാണെന്ന് പറഞ്ഞു. വേറെ കുറേ ആൾക്കാർ പോയപ്പാ, അവർക്ക് കഠിനമാണെന്ന് പറഞ്ഞ് പോയി, പക്ഷേ ഇപ്പം പോകത്തില്ല, അവൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നോട് പുറകെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ട അപ്പാന്ന് ചോദിക്കുമ്പോൾ അപ്പം പറയും അവനെ താബോറിലോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറയും. പിറ്റേ ദിവസമാണ് താബോറിൽ പോണത്. താബോറിൽ പോകുമ്പോൾ ഉയർപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുക്കും. ഇന്നലെ പറഞ്ഞില്ലേ 3-ാം ദിവസം ഉയർത്ത് നിൽക്കുമെന്ന് പറഞ്ഞില്ലേ? ആ ഉയർപ്പിൽ ഇവരങ്ങോട്ട് തിളങ്ങും. ഇവൻ്റെ വിശ്വദൈവീക രൂപം അങ്ങോട്ട് കാണുമ്പോൾ പത്രോസിൻ്റെ ഓർമ്മ പോകും. പത്രോസിൻ്റെ അഭിഷേകം ഉണ്ടായിട്ട് പറഞ്ഞു, നമ്മളിവിടെ ആയിരിക്കണം നല്ലതാണെന്ന് പറയും. അപ്പോൾ പറയും നല്ലതും ചീത്തയൊക്കെ പിന്നെ പറയാം, ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് അപ്പം പറയും. ഇവൻ എൻ്റെ മകനാണ്, ഇവനെ നീ കേൾക്കണം. കേൾക്കാത്ത കുറേ ആൾക്കാർ കഠിനമാണെന്ന് പറഞ്ഞു പോയി. നീ കഠിനമായിട്ടും പോകാതെ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഇവനെ കേൾക്കാനുള്ള അഭിഷേകം ഞാൻ നിനക്ക് നൽകുന്നു. ദൈവവൈദ്യരെ, നിന്റെ ദൈവം നിനക്ക്, ദൈവപിതാവ് നിനക്ക് നൽകുന്ന കഠിന ജീവിതാനുഭവങ്ങൾ കഠിന പദങ്ങളായിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പാ എന്ന് വിളിക്കണം. അപ്പാ ഇത് മനസ്സിലാക്കാനുള്ള കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ, അപ്പാ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികടേ കഠിന വചനങ്ങള് മനസ്സിലാക്കാനുള്ള, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വലിയ അഭിഷേകം ശ്രവണാഭിഷേകം കൂടി. കഠിന പദങ്ങൾക്ക് പ്രത്യേകമായ ശ്രവണാഭിഷേകം പിതാവായ ദൈവമാണ് നൽകണത്. 2 പ്രാവശ്യം പിതാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരുന്നുണ്ട് അല്ലേ? 16:17 മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എന്ന് പറഞ്ഞത്, സിമയോൻ ബാർ ജോന, ഇറ്റ് ഇസ് നോട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, മൈ ഫാദർ ഹു ലിവ്സ് യു. എന്താണ്? എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്ന്. അതുതന്നെയാണല്ലോ വീണ്ടും വചനം കഠിനമായപ്പോൾ വീണ്ടും 17:5 പറയുന്നുണ്ട്. എന്താ പറയണത്? ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറഞ്ഞിട്ട് വചനം കഠിനമാണെന്ന് പറയുമ്പോൾ പത്രോസിനോട് പറയും, ഇത് കഠിനമല്ല, നിനക്ക് ദൈവസ്നേഹം കിട്ടുമ്പോൾ ഇത് മനസ്സിലായിക്കൊള്ളൂ. വിശ്വാസം കൊണ്ട് മാത്രം എല്ലാ വചനവും മനസ്സിലാക്കാൻ പറ്റത്തില്ല. വിശ്വാസം കൊണ്ട് മാത്രം എല്ലാ അനുഭവങ്ങളെയും കഠിനാനുഭവങ്ങളെയും മധുരമാക്കാൻ പറ്റത്തില്ല. അതിന് ദൈവസ്നേഹം തന്നെ വേണമെന്ന് പറയും. അപ്പോഴത് പിതാവാണ് നമുക്ക് ദൈവസ്നേഹം തരണത്. എന്താ കാര്യം എന്നറിയാവോ? അതായത് വിശുദ്ധ മത്തായി യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 14:21 വായിച്ച്, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. വായിച്ചോളൂ.
എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കും. എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ്, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. അപ്പോഴാണ് വെളിപാട് വരണത്. മനസ്സിലായില്ലേ? ചില വചനങ്ങൾക്ക് വിശ്വാസം പോരാ, സ്നേഹം വേണം. പ്രത്യേകിച്ച് കഠിന പദങ്ങൾക്ക്, കഠിന ജീവിതത്തിന്, മനസ്സിലാകാത്ത ചില അവസ്ഥകൾക്ക്, അത് രോഗമാകാം, ക്ഷീണമാകാം, സാമ്പത്തിക കടമാകാം, കുടുംബത്തിൻ്റെ തകർച്ചയാകാം. ഇങ്ങനെ കഠിന ജീവിതാനുഭവങ്ങളിലെ പോണ സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വിശ്വാസം കൊണ്ട് അത് വിരിക്കാൻ പറ്റത്തില്ല. ഹോസ്റ്റ് ജഗ് പോലെ 44 ദിവസം വേണം. എന്താണ് അവിടെ വേണ്ടത്? പിതാവിൻ്റെ സ്നേഹം. നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രയാസം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പാ, സ്വർഗീയപ്പാ, കർത്താവിൻ്റെ വചനങ്ങളെ പാലിച്ചുകൊണ്ട് അപ്പൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ ജീവിക്കുമ്പോൾ അപ്പാ, അപ്പൻ്റെ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, അപ്പാ സ്വർഗീയപ്പാ, ഈശോയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് അപ്പൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയതുപോലെ കഠിനമായ ജീവിതാനുഭവങ്ങളെ അപ്പൻ്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറയാനുള്ള പരമമായ പിതാവിനോടുള്ള സ്നേഹത്താൽ, ഈശോയോടുള്ള സ്നേഹത്താൽ, ആത്മാവിനോടുള്ള എന്നെ അഭിഷേകം ചെയ്യണം. കഠിന ജീവിതാനുഭവങ്ങളെ അതിജീവിക്കുവാൻ ദൈവ സ്നേഹത്താൽ, വിശ്വാസത്തെക്കാളുപരി ദൈവ സ്നേഹത്താൽ പത്രോസിനെ പോലെ എന്നെയും എന്റെ കുടുംബത്തെയും ഇപ്പോഴഭിഷേകം ചെയ്യണം. ഇപ്പോഴഭിഷേകം ചെയ്യണം. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പൊ ദൈവസ്നേഹമാണ് വിശ്വാസത്തെക്കാൾ വലുത്. കാര്യം വിശ്വാസം കൊണ്ട് ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ നമുക്ക് നേടാം. പക്ഷേ നിത്യത ഉൾപ്പെടുന്ന കഠിന പദങ്ങളെയും കഠിന ജീവിതാനുഭവങ്ങളെയും നമ്മൾ അതിജീവിക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും വലിയ കഠിന പദം ദൈവം ആരോടാണ് പറഞ്ഞത്? പബ്ലിക്കിനോടും പത്രോസിനോടും ഒന്നുമല്ല പറഞ്ഞത്, അമ്മയോടാണ് പറഞ്ഞത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അതല്ലേ കഠിന പദം? ബൈബിളിൽ ഏറ്റവും വലിയ കഠിന പദം എന്താണ്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞതല്ലേ. അപ്പം ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും. ഒരു പക്ഷേ ഏറ്റവും വലിയ കഠിന പദം ഇതാണ്. ലൂക്കാ 1:35 എന്താണ്? പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അതാണ് പുരുഷനെ അറിയാതെ അൺറീസണബിളായിട്ട് മനുഷ്യൻ്റെ ബുദ്ധി യുക്തി നോക്കുമ്പോഴേ ഇത് കഠിനമാണ്. പക്ഷെ ആ കഠിന പദത്തോട് അമ്മ കൈവരിച്ച നിലപാട് കണ്ടില്ലേ? എന്താണ്? അപ്പം നീ പറയണത് കഠിനമാണ്, എനിക്കത് മനസ്സിലാവണില്ല. പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട്, എന്ത് കഠിനമായാലും ദാസിയെപ്പോലെ നിൽക്കും അവസാനം വരെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് മരിയൻ. ഈ പരിശുദ്ധാത്മാവ് ഈ കഠിന വചനത്തോട് അമ്മയുടെ നിലപാട് കേട്ട് കോരിത്തെരിച്ചു പോയ സ്വർഗത്തിലെ ഒരാളാണ് പരിശുദ്ധാത്മാവ്. കഠിന പദത്തോട്, ഈ കഠിന വചനങ്ങളോട് അമ്മ പറഞ്ഞ ഒരു പ്രത്യുത്തരം എന്ന് പറയുന്നത് അപ്പായോടുള്ള മരണസ്നേഹമാണ്. നമ്മൾ പിൽക്കാലത്ത് സാംസ്കൃതമ ഗീതങ്ങളിലെ പ്രണയം മരണത്തെക്കാൾ ശക്തമാണെന്ന് വായിക്കും. സ്നേഹമായാലും എന്തായാലും അതിനേക്കാൾ ശക്തമാണ് അമ്മയുടെ ദൈവസ്നേഹം. അപ്പ എന്ത് കഠിനമായാലും അപ്പ ഒരു ദാസിയെപ്പോലെ അന്ത്യം വരെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കഠിന പദങ്ങൾക്ക് സമർപ്പണമാണ് ആവശ്യം. ആ സമർപ്പണത്തിൽ എന്തെല്ലാം വേണം? ഇപ്പോൾ ലൂക്കാ 1:38 കഠിന പദങ്ങൾ കേൾക്കുമ്പോൾ ഒരു ദാസിയായ പോലെയാണ് അതിനെ സമീപിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നേ പറഞ്ഞോളൂ. പക്ഷെ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലല്ലോ. ദൈവത്തിന്
വരുമെന്ന് പറയുന്ന ഒരു ഭാവിയുണ്ടോ? വരുമെന്ന് പറഞ്ഞാലും വന്നെന്ന് പറഞ്ഞാലും വന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാലും വന്നതുപോലെയല്ലേ. പരിശുദ്ധാത്മ അപ്പം തന്നെ അമ്മയിൽ നിറഞ്ഞു. അപ്പം അമ്മ കൊടുത്ത നോട്ടാണ്, മേരി സെർവൻ്റ് എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് ഞാൻ അന്ത്യം വരെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, അപ്പാ സെർവൻ്റ്, കഠിന പദങ്ങളോടും കഠിന ജീവിതാനുഭവങ്ങളോടും അപ്പാ സമർപ്പണം. ഈ സമർപ്പണത്തിൽ എന്തെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്? അതിൽ വിശ്വാസമുണ്ട്, അതിൽ സ്നേഹമുണ്ട്, പിന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു പ്രത്യാശയുണ്ടെന്ന് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞ എലിസബത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് പറഞ്ഞത്. എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കഠിന പദങ്ങൾ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കഠിന പദങ്ങൾ, കഠിന വചനങ്ങൾ. ലൂക്കാ 1:45 നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഒരു വ്യക്തിയെ ഭാഗ്യവതിയാക്കുന്നത് കഠിന പദങ്ങളാണോ? യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? ലളിത പദങ്ങളില്ല. ലളിത പദങ്ങൾ മനുഷ്യനായിട്ട് ഇവിടെ ചത്തുപിരിയാന്നേ ഉള്ളൂ. ലളിത ജീവിതാനുഭവങ്ങളായിട്ട് കഠിന പദങ്ങളാണ്, കഠിന ജീവിത വചനങ്ങളാണ്. ദൈവത്തിൻ്റെ കഠിനമായ വചനാനുഭവങ്ങളിലൂടെ പോകുമ്പോഴാണ് ഒരു വ്യക്തി ശരിക്കും ഭാഗ്യവാനാകണത്, ഭാഗ്യവതിയാകണത്. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കഠിന വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പം ദൈവമാണ് ഭാഗ്യവതി എന്ന് പറയണത്, അല്ല മനുഷ്യനല്ല. മനുഷ്യന്മാർ വരെ ഒരു മകൻ ജർമ്മനി, ഒരു മകൻ സ്വിറ്റ്സർലൻഡിൽ, ഒരു മകൻ MBBS എഴുതി ഡോക്ടർ, ഒരു ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയും. എന്തൊരു ഭാഗ്യവാനാണ് ഭാഗ്യവതി എന്ന്. ചാകാൻ നേരത്തൊരു മനുഷ്യനുണ്ടാകത്തില്ല. ഈ ലോകം പറയണതല്ല, ലോകം പറയണ ഭാഗ്യമൊന്നുമല്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നണതാണ് അതൊക്കെ ഭാഗ്യമാണെന്ന്. അതൊക്കെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. ദൈവം പറയണം ഭാഗ്യവാനാണെന്ന്. ദൈവം ഭാഗ്യവാനാണെന്ന് പറയണ ആരോടാണ്? ലൂക്കാ 1:45 കർത്താവ് നിന്നോട് അരുളി ചെയ്ത കഠിന വചനങ്ങൾ അത് നിറവേറുമെന്ന് വിശ്വസിച്ചു. പ്രത്യാശയല്ലേ അപ്പ, വിശ്വാസമല്ലല്ലോ. ഭാവി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ലേ, അത് വിശ്വസിച്ചു. അതുകൊണ്ട് നീ ഭാഗ്യവാൻ. അവിടെ എന്തൊക്കെ വന്നു? വിശ്വാസം ഉണ്ടായി, സ്നേഹമുണ്ടായി, പിന്നെന്താണ്? പ്രത്യാശ. ഇതിലെല്ലാം ഉത്കൃഷ്ടം എന്താണെന്ന് പൗലോസ് പറയണം. 1 Corinthians 13:13 എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവ മൂന്നും നിലനിൽക്കുന്നു. നിത്യതയുടെ കാര്യമാണ് പറയണത്. മനസ്സിലായില്ലേ? നിലനിൽക്കണ എന്താണ്? 1 Corinthians 13:12 വിശ്വാസം, പ്രത്യാശ, സ്നേഹം അവ നിലനിൽക്കുന്നു. അതായത് നിത്യതയിൽ നിലനിൽക്കുന്നു എന്ന്. നിത്യതയിലും നിലനിൽക്കുന്നു. അതിലേറ്റവും വലുതെന്താ? സർവോത്കൃഷ്ടം സ്നേഹമാണ്. അവയെ കഠിനമായ ജീവിതാനുഭവങ്ങളെ ദൈവസ്നേഹം കൊണ്ടാണ് കൈകാര്യം ചെയ്തിട്ട് മധുരമാക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാപനാശീർവാദത്തിന് സമയമാണ്. ശേഷം മൗനമായി പ്രാർത്ഥിക്കുക. വലിയ അഭിഷേകം തീർന്നവർക്ക് കണ്ണടച്ച് കൈകൾക്കൊപ്പി പെടലി ഒടിച്ചിട്ടുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കണ്ണടച്ച് കർത്താവിനെ ഏൽപ്പിക്കുക. എൻ്റെ ദൈവവേദന, നീ ഇന്ന് വലിയ അഭിഷേകം പ്രാപിക്കുക. നീ ഇന്ന് സൗഖ്യം പ്രാപിക്കും. നീ കർത്താവിൻ്റെ മകളായി എല്ലാ വിഷമതകളും മാറിക്കൊണ്ട് നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എന്തെങ്കിലും വിഷമം ആവശ്യിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേക അഭിഷേകം കിട്ടിക്കൊണ്ട് നീ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വരാം. മൗനമായി പ്രാർത്ഥിക്കട്ടെ. രണ്ടാമത്തെ അറിയിപ്പ്, ആലപ്പുഴ C കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ സർക്കാർ അന്ന് മാത്രമേ ശുശ്രൂഷ ഇവിടെ നിൽക്കത്തുള്ളൂ. അല്ലാത്തപ്പോൾ എല്ലാ ദിവസങ്ങളും C കാറ്റഗറിയിലേക്ക് വന്ന് ആലപ്പുഴ വന്നു പോയാൽ തീർച്ചയായിട്ടും ആ ദിവസങ്ങളിൽ ശുശ്രൂഷ കൃപാസന ഉണ്ടായിരിക്കുന്നതല്ല. അല്ലെങ്കിൽ എല്ലാ സമയത്തും നിലവിലിരിക്കുന്ന കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് കൊണ്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനും സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കാനും അവസരം ഉണ്ടായിരിക്കും. കൃപാസനത്തിൻ്റെ പുതിയ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൃപാസനത്തിൽ താമസിച്ച് അമ്മയുടെ ധ്യാനങ്ങളിൽ കൂടാനും 1-2 ദിവസം പ്രാർത്ഥന ചെലവഴിക്കണം തോന്നിയാൽ അതിന് തീർത്ഥാടക ഭവനം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. അതിൻ്റെ പ്രോജക്റ്റിൻ്റെ പേര് അമ്മയ്ക്കൊരു മുറി എൻ്റെ പ്രാർത്ഥനാ മുറി എന്നാണ്. അപ്പോൾ ആ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മുറി കിട്ടും. 4 ദിവസത്തേക്ക് 5 വർഷത്തേക്ക് കിട്ടും. 5 വർഷത്തേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മുറി
4 ദിവസത്തേക്ക്. അപ്പോൾ അതിന് പ്രോജക്റ്റിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വന്തമായിട്ട് മുറി വേണ്ടവരെ 4 ദിവസത്തേക്ക് 5 വർഷത്തേക്ക് വേണ്ടവരെ ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അത് 94 47 69 68 15. എല്ലാ ദിവസവും സാക്ഷ്യം പറയാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഒരു ദിവസം 25-26 സാക്ഷ്യങ്ങൾ ആൾക്കാരിവിടെ നമ്മുടെ വേദിയിൽ പറയുന്നുണ്ട്. വന്നതിന് ശേഷം ബ്രദേഴ്സിനെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനെയോ കണ്ടാൽ മതിയാകും. കൃപാസനത്തിൽ വരുന്നവരെ വാക്സിൻ ഡബിൾ ഡോസ് എടുത്തിട്ടുള്ളതോ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണിച്ചവരോ ആയിരിക്കണം. എല്ലാ സൺഡേയിലും 7 മണിക്ക് നമുക്ക് ഓൺലൈനിൽ പരിശുദ്ധ കുർബാന അർപ്പണം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ചെയ്ത് ഈ ലൈനൊന്ന് ക്ലിയറായി വരാൻ ചില സമയം എടുക്കുമ്പോൾ കറക്റ്റ് 7 മണിക്ക് നിങ്ങൾ വന്ന് നോക്കിയിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് പോകരുത്. വെയിറ്റ് ചെയ്യണം, പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ഒരു 10 മിനിറ്റുള്ളത് ക്ലിയറായി കിട്ടും. ചിലപ്പോൾ 7 മണിക്ക് തന്നെ ശരിയായി കിട്ടും. ആദ്യമേ ലൈൻ കൊടുക്കുന്ന കാര്യമ്പോൾ ഒരു ചിലപ്പം ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. അത് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും കുർബാന ഓൺലൈൻ ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ സഹോദരന് കൂടണം. പുതിയ ഉടമ്പടി എടുക്കുന്നതിനും പുതുക്കുന്നതിനും ഓരോ ഘട്ടവും 20 പേര് വീതമാണ് മുൻകൂർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 20 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോൾ 20ആണ്. നമുക്ക് 5-6 ഹോളുണ്ട്. അപ്പോൾ വരുന്ന അനുസരിച്ചുകൊണ്ട് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ അവരെ മാറ്റി സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നടത്തും. എന്നിട്ട് ഒരു ബാച്ച് പോകുമ്പോൾ അടുത്ത ബാച്ചിനെ എടുക്കും. അങ്ങനെ 20 പേരുടെ ഓരോ ബാച്ചാണ്. അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറാണ് ഒരു ബാച്ച് പോണത്. അപ്പോൾ അടുത്ത ഉടനെ അത് കഴിയുമ്പോൾ അടുത്ത ബാച്ചിനെ എടുക്കും. അങ്ങനെ കോവിഡ് കറക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ആൾക്കാരെ എടുക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ഉടമ്പടിക്ക് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഈ നമ്പറിൽ വിളിക്കേണ്ടതാണ്. 81 38 04 51 98. രണ്ടാമത്തെ നമ്പർ 98 47 48 15 87. മൂന്നാമത്തെ നമ്പർ 90 74 68 45 74. ഈ 3 നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളവർ, തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുള്ളവർ, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവർ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവർ, തത്സമയ നിയോഗങ്ങൾ എല്ലാം ഓർത്ത് കരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അങ്ങ് സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, തീരാ രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, അങ്ങ് കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്ന കർത്താവേ. ഉടമ്പടിയിൽ 6 നിയോഗങ്ങളുടെ മേൽ അങ്ങ് സ്പർശിക്കുന്നതിന് ദിവ്യകാരുണ്യ ശക്തി അങ്ങ് മുദ്ര ചെയ്ത് നന്ദി പറയുന്നു. അന്ന് കർത്താവേ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ വിവേചനാധികാരത്തോടുകൂടി കർത്താവെ ഏറ്റെടുക്കുവാനും അമ്മയുടെ ഭക്തി ലോകം മുഴുവനും പ്രചരിക്കപ്പെടാൻ കൃപ ചൊരിയണമേ. കർത്താവെ, ശുശ്രൂഷയിലായിരുന്നു കൊണ്ട്, കർത്താവെ ലൈവിലായിരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അങ്ങ് തൊടുന്നതിന്, സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. കൃപാസനം പ്രതിഷ്ഠീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസ പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ.